മധുരമുള്ള കയ്യട. ഇതിന്റെ ഉപ്പുള്ള വേഷം നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ. ഇതൊരു വെജ് കേരള സ്പെഷ്യൽ റെസിപ്പിയാണേ. നല്ല മധുരം ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. കുറച്ചൊന്ന് മധുരം കുറച്ചെടുത്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നർ ആയോ നമുക്ക് കഴിക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഡിന്നറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഞാൻ 2 കപ്പ്. ഈ ഒരു റെസിപ്പിയിലേക്ക് മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് മേജറായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. മനസ്സിലാവുന്നുണ്ടോ? ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്താണെന്ന്? അതെ, നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴത്തിന്റെ പ്യൂറിയാണ് ഇത്. മിക്സിയിൽ അടിച്ചതാണ് ഇത്. ഇതാണ് ഇതിൽ ഈ ഒരു റെസിപ്പിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 2 കപ്പ് ഗോതമ്പ് മാവിന് 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഴത്തിന്റെ പ്യൂറി നമുക്ക് എടുക്കാം. നേന്ത്രപ്പഴത്തിന്റെ പ്യൂറി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നേന്ത്രപ്പഴം തന്നെ നുറുക്കിയെടുത്തത്, ചെറിയ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത്, അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അട കഴിക്കുമ്പോൾ പഴം ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റ് തന്നെയാണ്. 1/2 കപ്പ് ചിരകിയെടുത്ത തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ് ചേർക്കുന്നത്. കാഷ്യൂ നട്ട്സ് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അത് ഏകദേശം 2 മുതൽ 3 ടീസ്പൂൺ വരെ ചേർക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്ന രണ്ടാമത്തെ മധുരം ശർക്കരയാണ്. ശർക്കര പൊടിച്ചതോ മെൽറ്റ് ചെയ്തതോ എടുക്കാം. ഒരു 1/4 കപ്പ് വരെ എടുക്കാം. 1/4 കപ്പ് എന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നാക്സിനാണെങ്കിൽ കുറച്ച് മധുരത്തോടെ കിടക്കാം. അപ്പോൾ 1/4 കപ്പ് വരെ എടുക്കാം. അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ചെടുക്കാം. ഒരു 3 മുതൽ 4 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യമുള്ളത്, ശർക്കരയുടെ മധുരം പഴത്തിന്റെ മധുരത്തിന് ഓവർ പവർ ചെയ്യാതെ നോക്കണം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കറുത്ത എള്ളാണ്. വെള്ള എള്ള് വേണമെങ്കിലും ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എള്ള് ചേർത്താൽ അട കാണാനും ഭംഗിയാണ്, നമ്മൾക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. സ്വീറ്റ്നെസ് ബാലൻസ് ചെയ്യാനാണ്. പക്ഷെ അത് വേണമെന്നുള്ളവർ ചേർത്താൽ മതി കേട്ടോ, ഓപ്ഷനിലാണ്. ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഈ പഴത്തിന്റെ കൂടെ ഏലക്ക എപ്പോഴും ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിനെ ഒരു ലെവലപ്പ് ആക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഇത് രണ്ടും. അതുകൊണ്ട് ഇത് മസ്റ്റായിട്ട് ചേർത്തോളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ മാവിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവിനൊരു നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇനി ഇതൊക്കെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വെള്ളം എത്ര കൊടുക്കേണ്ടി വരും എന്നുള്ളതിന്റെ ഒരു രൂപം കിട്ടും. ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് വേണ്ടി വരും തോന്നുന്നു, കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി. എന്നാലും കുറച്ചായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി വേണ്ടി വരും നമുക്ക്. അതായത് സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് കമഴ്ത്തി വെച്ചാലും സ്പൂണിന് വിട്ടു പോരാത്ത ആ ഒരു പാകത്തിന് എടുക്കണം. മാവ് ഒന്ന് അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും നമുക്ക് പാൻ ഒന്ന് വെച്ച് കറക്റ്റ് ചൂടാക്കിയെടുക്കാം. ഞാനൊരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്തൊന്ന് പാൻ ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റെസിപ്പിയിൽ ഞാൻ എണ്ണകളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നെയ്യ് തന്നെയാണ് ഇതിന്റെ ടേസ്റ്റിന് നല്ലത്. അട ചുടുമ്പോൾ കുറച്ച് നല്ല വെള്ളം അടുത്ത് വെക്കണം. അറിയാലോ, വെള്ളം തൊട്ടാണ് പരുത്താം. ആദ്യം കൈയൊന്ന് നനയ്ക്കാം. എന്നിട്ട് പാകത്തിന് നമുക്ക് എത്ര വേണോ അത്രയും പാകത്തിന് മാവ് കയ്യിലേക്ക് എടുക്കാം. ഇനി തീ ഒന്ന് ലോയിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കയ്യിലെടുത്ത മാവ് തവയിലേക്ക് വെച്ച് വെള്ളം തൊട്ട് നമുക്ക് വേണ്ട കട്ടിയിലും വേണ്ട പരപ്പിലും പരത്തിയെടുക്കാം. ഇതിന് ടോപ്പിംഗ് ആയിട്ട് കാഷ്യൂ നട്ട്സും എള്ളും ചേർത്ത് കൊടുക്കാം. നല്ല ഭംഗി ഉണ്ടാവും.
കാഷ്യൂ നട്ട്സ് ഓപ്ഷണലാണ്, പക്ഷെ എള്ള് എന്തായാലും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഒരു 10 മുതൽ 20 സെക്കൻഡ് വരെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടപ്പ് തുറന്ന് തിരിച്ചിടുന്നതിന് മുന്നേ അതിന് മേലെ അല്പം നെയ്യും കൂടെ തടവി കൊടുക്കാം. അതിനുശേഷം അട തിരിച്ചിട്ട് ഒരു 10-15 സെക്കൻഡ് നേരം അടയ്ക്കാതെ വേവിച്ചെടുക്കാം. 2 കാര്യങ്ങൾ ഓർക്കേണ്ടത്, ഈ സമയം മുഴുവനും ലോ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, അടയ്ക്ക് കട്ടി കൂടുതലാണെങ്കിൽ ഇതിൽ കൂടുതൽ സമയം നമ്മൾ വേവാൻ കൊടുക്കേണ്ടി വരും. തുടക്കത്തിൽ നിങ്ങൾ കണ്ടു കാണും, ഞാനൊരു മീഡിയം തിക്നെസ്സിലാണ് അട ചുട്ടിട്ടുള്ളത്. അതിന് ഈ ഒരു ടൈം കൊടുത്താൽ മതി. ഇനി അട അടുപ്പത്തുനിന്ന് മാറ്റാം. ബാക്കിയുള്ള മാവും ഇതേപോലെ ചെയ്തെടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് 7 അടകളാണ് കേട്ടോ, മീഡിയം സൈസിലുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. മറക്കരുതേ, കമന്റ് ഇടണേ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.